നമസ്കാരം. പണ്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന് ബിഗ് ബോസിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു ദിവസം ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിനക്ക് ബിഗ് ബോസിൽ പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെക്കാതെ അതങ്ങ് പ്രകടിപ്പിച്ചൂടെ, അവിടെ പോകാനുള്ള പണികൾ എടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലു മാളിൽ കയറി തുണി നോക്കി കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ആൾ പിന്നീട് ബിഗ് ബോസിൽ പോയി വലിയ താരമായി. ആ ബിഗ് ബോസ് താരവുമായി ഈ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയിലൂടെ പറയാനുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വന്ന ഒരു വ്യാജ വാർത്തയെക്കുറിച്ചാണ്. എന്തോ ചിലതൊക്കെ മറച്ചു വെക്കാൻ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ വ്യാജ വാർത്ത, കുറേ ആളുകളെയൊക്കെ, സാധാരണ മനുഷ്യനെയൊക്കെ ബാധിക്കുന്ന ഒരു വാർത്ത പടച്ചുവിട്ടു. അത് പല ആളുകൾ ഏറ്റെടുത്തു. 100 കണക്കിന് ആളുകൾ അത് പ്രചരിപ്പിച്ചു. ആ 100 കണക്കിന് ആളുകളിൽ ഒരു പ്രചാരകനുണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാവുന്ന വേറൊരു ബിഗ് ബോസ് താരം അഖിൽ മാരാർ ആ പ്രചാരണം ഏറ്റെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിന് മുന്നിലേക്ക്. അത് പിന്നീട് ഓൺലൈൻ ചാനലുകൾ വാർത്തയാക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം കൊഴുക്കും എന്നാണ് വിചാരിച്ചത്. ആ പോസ്റ്റ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. ഓട്ടോറിക്ഷ പെർമിറ്റ് പുതുക്കുന്നത് 400 രൂപയിൽ നിന്നും 4000 രൂപയാക്കാൻ പോകുന്നു. സാമാന്യ ബുദ്ധിയിൽ ആരെങ്കിലും ആലോചിക്കില്ല, 400 രൂപയിൽ നിന്ന് അത് എന്ത് നിരക്കായാലും 4000 രൂപ ആക്കുമോ ഒരു സർക്കാർ എന്നുള്ള കാര്യം മിനിമം ആലോചിക്കണ്ടേ? കേൾക്കുമ്പോൾ തോന്നും ഓട്ടോറിക്ഷ തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് എന്ന്. അല്ല, ഈ തീരുമാനം സാധാരണ മനുഷ്യരുടെ നെഞ്ചിൽ കത്തിവെക്കുന്ന ഒന്നാണ്. പെർമിറ്റ് വർദ്ധിപ്പിച്ചാൽ ഓട്ടോ തൊഴിലാളികളിൽ വലിയ പ്രതിഷേധമുണ്ടാവും. അവർ സംഘടിക്കും, അവരുടെ പ്രതിഷേധം ഉയരും. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കാൻ അവർ സമരം ചെയ്യും. നക്കാപ്പിച്ച ഏത് വിധേനയും സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്ന സർക്കാർ പെർമിറ്റ് തുക കുറയ്ക്കില്ല, പകരം ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കും. ഒന്നുകിൽ മിനിമം ചാർജ് 5 രൂപ കൂട്ടും, അല്ലെങ്കിൽ കിലോമീറ്റർ ചാർജ് വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ പെർമിറ്റ് വകയിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തുക ഈ ഒരു വർഷം ഈ ഓട്ടോ തൊഴിലാളിക്ക് ലഭിക്കും. സാധാരണ യാത്രക്കാരൻ്റെ തലയിൽ ഈ വർധനവ് വന്നു വീഴും. എങ്ങനെയുണ്ട് പിണറായി സഖാവിൻ്റെ ബുദ്ധി? പേടിക്കേണ്ട, LDF വീണ്ടും വരും, കേരളം പൂർണ്ണമായും ശരിയാകും. അവസാനത്തെ 2 വരിയിലാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ളത്. എങ്ങനെയുണ്ട് പിണറായി സഖാവിൻ്റെ ബുദ്ധി എന്നാണ്. അഖിൽ മാരാർ നമ്മളെല്ലാ പോസ്റ്റിലും അവസാനം ഇങ്ങനെ ഉണ്ടാവും, തുടക്കത്തിലുണ്ടാവും, പിണറായിനെ 10 ചീത്ത വിളിക്കുക എന്നുള്ള മൂപ്പരുടെ ഒരു ജന്മ ദൗത്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഇതിൽ വായിക്കുമ്പോൾ നമുക്ക് പെർമിറ്റ് വകയിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തുക ഒരു വർഷം ഈ ഓട്ടോ തൊഴിലാളിക്ക് ലഭിക്കും. അതായത് ഓട്ടോ തൊഴിലാളിയോടൊക്കെ ഉള്ളൊരു സമീപനമാണ്. ഓട്ടോ തൊഴിലാളികൾക്ക് അത്ര ഇരട്ടി തുക, കൊള്ള ലാഭം ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട ഓട്ടോ തൊഴിലാളി കൊള്ള ലാഭം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. എന്തായാലും ഇതിങ്ങനെ വന്ന സമയത്ത് ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചു. അപ്പോഴാണ് സംഗതി പിടിക്കപ്പെടുന്നത്. എന്താ, ഇത് കള്ളത്തരമാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു വർധന വരുത്തിയിട്ടില്ല. കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിൻ്റെ എന്തോ ഒരു വർധനയുണ്ട്. അത് ഈ വർധനയല്ല, ഏകദേശം ഈ തുകയാണ്. 4300 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അത് എന്താണ് എന്ന് പിടികിട്ടിയിട്ടില്ല. ഇത് മാത്രമേ അറിയാവൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ തുക വർദ്ധിപ്പിച്ചു. അയ്യോ പാവം BJP സർക്കാർ, അതിനെ മറക്കാൻ എന്തെങ്കിലും പരിപാടി കണ്ടെത്തണമല്ലോ. അങ്ങനെ കണ്ടെത്തിയതാണ് ഈ വ്യാജ പ്രചരണം. അതിൻ്റെ ഭാഗമായി പതിവ് പോലെ ഞാനും അങ്ങനെ പ്രചാരകനാകാം എന്ന് പറഞ്ഞ് അഖിൽ മാരാറും അതിന് നിന്നുകൊടുത്തു. മൂപ്പര് പോസ്റ്റ് ഇട്ടു. ഞാൻ അഖിൽ മാരാറെ പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്ദേശം ഇതിനപ്പുറത്ത് എന്താണ് ഈ സംഗതി എന്ന് നമ്മളിലേക്ക് എത്തിക്കുക, നമ്മളൊന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മലയാള മനോരമ ഇത് സംബന്ധിച്ച് ഫാക്ട് ചെക്ക് നടത്തി. എന്താണ് സംഭവിച്ചത് എന്ന് അവർ അന്വേഷിച്ചു. മനോരമയുടെ ഓൺലൈനിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സന്തോഷ വാർത്ത, പെർമിറ്റ് പുതുക്കൽ 400 രൂപയിൽ നിന്നും 4300 രൂപ ആക്കി തന്നിട്ടുണ്ട് എന്ന കുറിപ്പിനൊപ്പമാണ് ഈ സന്ദേശം പ്രചരിക്കുന്നത് എന്ന് മനോരമയുടെ ആ വാർത്തയിൽ പറയുന്നു. കീവേഡുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ തിരഞ്ഞപ്പോൾ വിവിധ ഗ്രൂപ്പുകളിലടക്കം നിരവധി പേർ ഇതേ വൈറൽ പ്രചാരണം ഷെയർ ചെയ്തിട്ടുള്ളതായി മനോരമ കണ്ടെത്തി. ഇത്തരത്തിൽ ഒരറിയിപ്പുണ്ടായാൽ പ്രധാന മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വാർത്തകളോ റിപ്പോർട്ടുകളോ നൽകാറുണ്ട്. കൂടുതൽ കീവേഡുകളുടെ സഹായത്തോടെ ഞങ്ങൾ പരിശോധിച്ചു. അത്തരത്തിലൊരു റിപ്പോർട്ടോ വാർത്തകളോ കണ്ടെത്താനായിട്ടില്ല. പിന്നീട് ഞങ്ങൾ കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് പരിശോധിച്ചത്. വെബ്സൈറ്റിൽ നൽകിയ വിവരങ്ങൾ പ്രകാരം നിലവിൽ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് പുതുക്കുന്നതിന് സർവീസ് ചാർജ് അടക്കം 360 രൂപയാണ് ഈടാക്കുന്നത്. പെർമിറ്റ് 300, സർവീസ് ചാർജ് 60 എന്നിങ്ങനെയാണ് നിലവിലെ നിരക്ക്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ വിവരങ്ങൾ കാണാം. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും പഴയ പെർമിറ്റ് തുക സംബന്ധിച്ച വിവരങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. സ്ഥിരീകരണത്തിനായി ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി സംസാരിച്ചു. അദ്ദേഹം പ്രതികരിച്ചു, നിലവിൽ യാതൊരു തരത്തിലുള്ള പെർമിറ്റ് വർധനവും നടപ്പാക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച സർക്കുലറുകൾ ഒന്നും തന്നെ ഔദ്യോഗികമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ്. മുമ്പും ഇത്തരത്തിലുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. പെർമിറ്റ് പുതുക്കാൻ നിലവിലുള്ള തുകയ്ക്ക് വ്യത്യാസമില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് പ്രതികരിച്ചു.
യഥാർത്ഥത്തിൽ വാസ്തവം എന്താണ്, ഞങ്ങൾ കണ്ടെത്തിയ കള്ളത്തരത്തെക്കുറിച്ച് മനോരമ ഫാക്ട് ചെക്ക് റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷനായിട്ട് ഇങ്ങനെ പറയുന്നു. ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് തുക വർദ്ധിപ്പിച്ചു എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണ്. തുകയിൽ വർധനയില്ല എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് അധികൃതർ വ്യക്തമാക്കി. ഇതാണ് മനോരമ ഈ വാർത്തയുടെ പിന്നാലെ പോയി കണ്ടെത്തി പ്രസിദ്ധീകരിച്ച വാർത്ത. അതായത് അഖിൽ മാരാർ പറഞ്ഞത് നുണയാണ്. ആ നുണപ്രചാരണത്തിൻ്റെ നിരവധി പ്രചാരകരിൽ ഒരാളാണ് അഖിൽ മാരാർ എന്നാണ് ഈ വാർത്തയുടെ ഭാഗമായി പറയുന്നത്. ഇതിങ്ങനെ വായിച്ച് അവസാനിപ്പിച്ചപ്പോഴാണ് എന്തായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. കാരണം 4300 റുപ്യേൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്, അതെന്തെങ്കിലും ചില കാര്യങ്ങളിൽ മുട്ടിക്കണമല്ലോ. വെറുതെ 4300 രൂപ എന്ന് പറയുമ്പം എവിടെയോ ഒരു 4300ൻ്റെ കാര്യം ഉണ്ടാവുമല്ലോ. 4000 രൂപ 4300 രൂപയാക്കിക്കൊണ്ട് എന്തെങ്കിലും ഉത്തരവുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ഉത്തരവുണ്ട്. അത് പക്ഷേ അഖിൽ മാരാരും വ്യാജപ്രചാരകരും പറഞ്ഞതുപോലെയുള്ള സംഗതിയല്ല. പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഒരു പുതുക്കിയ നിയമമുണ്ട്. 2021 കൊണ്ടുവന്ന മോട്ടോർ വാഹന നിയമം. ആ നിയമപ്രകാരം 15 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ബാധകമാക്കിക്കൊണ്ടുള്ള നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും പുതുക്കിയ നിരക്കുകൾ ഉൾപ്പെടുത്തി 2021 ഒക്ടോബറിൽ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അതുപ്രകാരം ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് പുതുക്കാൻ പരിശോധിക്കാൻ ഒക്കെയായി 800 രൂപയും സർട്ടിഫിക്കറ്റിന് 3500 രൂപയും നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടും കൂടി വരുമ്പോൾ 4300 രൂപ നിരക്കാകും. ഇത് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ കാര്യമാണ്. കള്ളം പിടിക്കപ്പെട്ടപ്പോൾ നമ്മുടെ അഖിൽ മാരാരും ചങ്ങായിമാരും പഴയ സാധനം എടുത്തിട്ടേ അതിനകത്ത് ഇതൊന്ന് പുതുക്കിയിട്ട് കുലുക്കി കുത്തി സംസ്ഥാന സർക്കാർ, മോട്ടോർ വാഹന വകുപ്പ്, പിണറായി വിജയൻ, സ്ഥിരം തെറി ഒക്കെ കൂടി ചേർത്ത് ഒരു പുതിയ സാധനം ഇറക്കിയതാണ്. മറ്റത് ആരെങ്കിലും പറഞ്ഞു പോയാലേ നമ്മുടെ സർക്കാരിന്, BJP കേന്ദ്ര സർക്കാരിനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് പാവപ്പെട്ട അഖിൽ മാരാർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതാണ്. ഇത് പിടിക്കപ്പെട്ട സമയത്ത് മൂപ്പര്, ഞാൻ മാന്യനാണല്ലോ, അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു എന്ന് സമ്മതിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. കാരണം ഞാൻ ബിഗ് ബോസ് താരമാണല്ലോ. അങ്ങനെ ഞാൻ ഒരു പോസ്റ്റും കൂടി ഇട്ടു. എന്താ, ഇത് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വമ്പൻ പോസ്റ്റ്. ആ പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാം. പൂച്ച പെറ്റിട്ടതുപോലെ എൻ്റെ പ്രൊഫൈലിൽ വന്ന് തപസ്സിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് വേണ്ടി എഴുതുന്ന പോസ്റ്റ്. കള്ളം പിടിക്കപ്പെട്ട കള്ളത്തെക്കുറിച്ചല്ല കേട്ടോ. ഇതാണ്: ഓട്ടോറിക്ഷ പെർമിറ്റ് വർദ്ധിപ്പിച്ചു എന്ന വാർത്ത എനിക്ക് നിരവധി പേർ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് വ്യാജൻ്റെ ആണോ വിജയൻ്റെ ആണോ എന്നത് മുൻകൂട്ടി മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയെപ്പോലെ അത്ര ബുദ്ധിശാലിയൊന്നുമല്ല ഞാൻ. വാർത്ത കണ്ട് തെറ്റിദ്ധരിച്ച് ഭയപ്പെട്ട ഓട്ടോ തൊഴിലാളികളുടെ വേദന മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഏത് ഓട്ടോ തൊഴിലാളിക്ക് അടക്കുന്ന ഫീസിൻ്റെ ഇരട്ടി പൈസ കൊള്ളലാഭം കിട്ടുന്ന പോസ്റ്റ് ഇട്ടത് ഓട്ടോ തൊഴിലാളികളുടെ വേദന അറിഞ്ഞ് മാത്രമാണ്. നാളിതുവരെ സദ്ഭരണം കാഴ്ചവെച്ചിട്ടുള്ള കേരളത്തിൽ തേനും പാലും ഒഴുക്കിയ പിണറായി വിജയൻ ഇത്തരം ഒരു കാര്യം ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കാതെ പോയി. അതിലെനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിച്ചു കള എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഈ സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് കേരളത്തിലെ ഈ മട്ടിലാക്കിയ വിജയൻ്റെ പടം കേരളത്തിലെ എല്ലാ വീട്ടിലും എത്തിച്ചു കൊടുക്കണം എന്ന് അഖിൽ മാരാർ പറയുന്നു. ചാത്തൻ സേവ കേരളത്തിൽ അവസാനിപ്പിക്കണം. അതായത് ചാത്തൻ സേവ അവസാനിപ്പിച്ച് വിജയൻ സേവ നടത്തണം എന്നാണ് ഈ അഖിൽ മാരാറുടെ വെറുപ്പ് ഗമിപ്പിക്കുന്ന ഈ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ. അതാണ് മൂപ്പര് പറയുന്നത്. വിജയൻ്റെ പടം എത്തിച്ചു വിട്ടിട്ട് ചാത്തൻ സേവ അവസാനിപ്പിച്ച് പിണറായി വിജയനെ അവിടെ തൂക്കണം എന്നാണ് ഈ അഖിൽ മാരാർ പറയുന്നത്. മൂപ്പരുടെ മനസ്സിൽ ആ വിദ്വേഷം അങ്ങ് പതഞ്ഞു വരികയാണ്. മര്യാദയ്ക്ക് ആ പോസ്റ്റ് പിൻവലിച്ച് ഞാൻ അങ്ങ് പോയേനെ. നന്ദിയുണ്ട് കമ്മികളെ, നന്ദിയുണ്ട്. എന്നിട്ട് നോട്ടീസ് ബോർഡുണ്ട്. കേന്ദ്ര സർക്കാരാണ് കൂട്ടിയതെങ്കിൽ ഞാൻ എഴുതിയ വരികൾ അതുപോലെ നിർത്തിയിട്ട് വിജയനെ മാറ്റി മോദി എന്നാക്കി ആഘോഷിക്കൂ സഖാക്കളെ. എനിക്കെന്ത് മോദി, എനിക്കെന്ത് വിജയൻ. കാര്യം ഞാൻ നിഷ്പക്ഷനാണല്ലോ. അക്കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. കൂട്ടിട്ട മോദി, മുണ്ടുടുത്ത മോദി, വിജയൻ നമ്മൾ രണ്ടല്ല ഒന്നാണ് എന്ന്. അപ്പോഴും ചെയ്ത നുണപ്രചാരണത്തിൻ്റെ നേതാവായി മാറിയതിൻ്റെ ആ ക്ഷീണം മൂപ്പര് മാറ്റുന്നത് പിണറായി വിജയനെ തെറി വിളിച്ചിട്ടാണ്. ഇതിപ്പോൾ ഒരു പ്രത്യേകതരം പരിപാടിയാണല്ലോ. എന്ത് സംഭവിച്ചാലും അവസാനം പിണറായിനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാവുന്ന ഒരാളായി മാറാം എന്നുള്ള ഒരു പരിപാടിയാണ്. അതിൻ്റെ വകുപ്പിൽ പെടുത്താവുന്ന ഒരു പരിപാടിയാണ് ഇദ്ദേഹവും കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചത്, കേന്ദ്ര സർക്കാർ വരുത്തിയ നിരക്ക് വർധന മറച്ചു വെക്കാനുള്ള തന്ത്രം സ്വീകരിച്ച് ചില നുണപ്രചാരകർ ഇറക്കിവിട്ട ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രചാരണം. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം. 15 വർഷം പഴക്കം ചെന്ന വാഹനത്തിന് ഏർപ്പെടുത്തിയ 4300 രൂപയെന്ന അധിക നിരക്ക് വ്യാജ വാർത്താ പ്രചാരക സംഘം ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് പുതുക്കാൻ കേരള സർക്കാർ വരുത്തിയ നിരക്ക് വർധന എന്നാക്കി ഒരു നുണപ്രചാരണം അടിച്ചുവിട്ടു.
അതിൻ്റെ നൂറുകണക്കിന് പ്രചാരക സംഘത്തിൽ ഒരാളായിരുന്നു അഖിൽ മാരാർ എന്ന ബിഗ് ബോസ് താരവും എന്നാണ് ഈ പോസ്റ്റിൻ്റെ ഭാഗമായി നമുക്ക് ഫാക്ട് ചെക്ക് നടത്താൻ കഴിയുക. 4,13,000 ഫോളോവേഴ്സുള്ള ഒരു പേജിലൂടെയാണ് അഖിൽ മാരാർ, അദ്ദേഹത്തിന് അത്രയും ഫോളോവേഴ്സുള്ള പേജുണ്ട്, ആ പേജിലൂടെയാണ് അദ്ദേഹം ഈ നുണപ്രചാരണം നടത്തിയത്. ഇത്തരം നുണപ്രചാരണം നടത്തുമ്പോൾ മിനിമം അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് തിരുത്താനുള്ള ബുദ്ധി കാണിക്കുക. അത് ബുദ്ധിയല്ല, അത് സാധാരണ മനുഷ്യരോടുള്ള ഒരു നീതിയാണ്. ആ നീതിയെങ്കിലും കാണിക്കുക. അതിന് പകരം ആ നുണയിൽ വീണുപോയതിൻ്റെ ജാള്യത മറക്കാൻ പിണറായി വിജയനെ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് തടി തപ്പാൻ നോക്കിയെന്ന് മാത്രം. അപ്പോൾ അഖിൽ മാരാർ ആരാണ് മോൻ എന്ന് നമുക്ക് മനസ്സിലായില്ലേ? നുണപ്രചാരകർ ഇത്തരത്തിലുള്ള പ്രചാരണം ഇനിയും വരും. അത് കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ എന്ന പക്ഷത്തിനപ്പുറത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും ഏത് ആളുകൾക്കും നേതാക്കൾക്കും എതിരെയും വരുമ്പം നമുക്കൊരു ജാഗ്രത വേണം. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഭീമൻ രഘു ആടുജീവിതത്തിൻ്റെ ബെന്യാമിൻ്റെ കഥാപാത്രമാവാൻ ആദ്യം എന്നെയാണ് സമീപിച്ചത് എന്ന് പറഞ്ഞിറക്കുന്ന പ്രചാരൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വിടാം. നന്ദി, നമസ്കാരം.